സാറെന്തിനാണ് നമ്മളെ വിളിപ്പിച്ചത്? എന്റെ മോളെ കെട്ടിച്ചു തരാൻ വേണ്ടി. അപ്പൊ സ്ത്രീധനത്തിനെ പറ്റി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സാർ എണീക്കാൻ പറയോ? നീ എന്തിനാടോ കുക്ക് പുഷ്പിനെ കയറി മേഞ്ഞത്? അതായിരുന്ന ലവൻ കറാമ്പറപ്പ് കാണിച്ചു സാറേ. കറാമ്പറപ്പ് കാണിച്ചത് കൊണ്ടാണെങ്കിൽ തന്നെയൊക്കെ 24 hours കയറി മേയണമല്ലോ. സാർ ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണരുത്. അടിച്ചതിന് ശക്തവും വ്യക്തവുമായ കാരണമുണ്ട്. എന്ത് കാരണം? പുഷ്പേട്ട കഴിക്കാൻ എന്തിനാണ്? ചപ്പാത്തി ചിക്കൻ കറി. ചിക്കൻ എവിടെ? ഇത് ഉരുളക്കിഴങ്ങല്ലേ? നിനക്ക് ഇതൊക്കെ മതി, വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ. മറിക്കണ്ട. പുഷ്പേട്ട സുഖം തന്നെ അല്ലേ? സുഖം തന്നെടാ. 1/2 കിലോ ചിക്കൻ മാറ്റിട്ട് 10 കിലോ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് പിള്ളേർക്ക് വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നോടാ തെണ്ടി. ശങ്കര അടിച്ചു കൂട്ടറാവനാ. ആ ഉരുളക്കിഴങ്ങ് വായിൽ കുത്തിക്കാറ്റ്. ഉള്ളിൽ കുത്തിക്കാറ്റണ്ട, ഗ്യാസ് ഉള്ളതാണ്. പുഷ്പേട്ടന് കുറച്ച് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ കൊടുത്തതാണോ സാർ ഇത്ര വലിയ പ്രശ്നം? ദാണ്ടെ തോന്നിവാസം കാണിച്ചിട്ട് അനാവശ്യം പറയരുത്. ഓ, അപ്പൊ സാറും അവന്റെ ബെൽറ്റ് ആണല്ലേ? ഓ, പിന്നെ നിന്റെ അടിയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണ കൂടെ അല്ലാതെ നിന്റെയൊക്കെ കൂടെ നിൽക്കാൻ ഞാൻ. അപ്പൊ ഹോസ്പിറ്റലിൽ ആയല്ലേ സാർ? ആ വാർഡൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവനെന്ത് കുഴപ്പമാണോ? അത് വേറെ ഒന്നുമില്ല സാർ. ഈ അടി കിടക്കുന്ന സമയത്തെ ആ വാർഡൻ പിടിച്ചു മാറ്റാനായിട്ട് കയറി വന്നു. ഇവൻ പിടിച്ചൊരൊറ്റ തള്ളു. എന്നിട്ട് സാർ പേടിക്കണ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിടിച്ചു തള്ളിയപ്പോഴേ അവൻ ചെവരി പോയി ഇടിച്ചു. നോക്കിയപ്പോ ചെവിലിൽ മൊത്തം രക്തം. ഇവിടെ നിന്നോ രക്തം? പൊതു ചത്തതായിരിക്കും അല്ലേടാ? അതെ അതെ. ഇതെന്താടോ ഗുണ്ടാ വിളയാട്ടോ? അല്ല, തലകളുടെ വിളയാട്ടം. ഇങ്ങനെയൊക്കെ പോയ അവസരം നീ എണ്ണക്കയറി അടിക്കുമല്ലോടോ. ചിക്കൻ കറിയിൽ വാരിക്കോരി ഉരുളക്കിഴങ്ങ് ആരിട്ടാലും അവനെ അടിക്കും. അഹങ്കാരം. അല്ല സാർ, 100% കോൺഫിഡൻസ്. സ്കൂളിലും ക്യാൻറ്റീനിലുമായിട്ട് നീക്കരണവും കൂടി പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. സാർ ഒരു ദിവസം നമുക്ക് ടൈം താ. നന്നാവാനാണോടോ? അല്ല, ഈ റിപ്പോർട്ട് തന്നവന്മാരെ ഇടിച്ച് മൂലക്കിരുത്താൻ. നീ അന്ന് ഒരു കാലത്ത് നന്നാവൂലടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, ഭയങ്കര അരോചകം. നമുക്കറിയാല, പിന്നെ എന്തിന് സാർ പറയണം അങ്ങനെ? ശങ്കരൻ, കൃഷ്ണൻ, ദിസ് ഈസ് ദ ഫൈനൽ വാർണിംഗ്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ ആരാണ് പറയണതെന്ന് അറിയാലോ? താമരാക്ഷൻ. സാർ ഇങ്ങനെയൊന്നും മാസ് ഡയലോഗ് പറയരുത്. ഞാൻ 2 പ്രാവശ്യം പേടിച്ച് വിരണ്ട് മൂത്രം ഒഴിച്ച്. ഞാൻ 4 പ്രാവശ്യം. എടാ ശങ്കര, നമുക്കിനി പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട. കാരണം നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് നമ്മളെ താമരാക്ഷ സാറിനെ ബാധിക്കും, സാറിന്റെ ഇമേജിനെ ബാധിക്കും, അത് നമ്മുടെ സ്കൂളിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാം നിർത്താം. വേണ്ട ഒന്ന്. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുന്നു. കുക്ക് പുഷ്പ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുമ്പോഴേ അവന് ഹോർലിക്സും ബൂസ്റ്റും വാങ്ങിച്ചു കൊടുക്കണം. ഹോസ്റ്റൽ വാർഡന് ആപ്പിൾ ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കാം. പാവങ്ങൾ ഇടിച്ച് കൂട്ടണ്ടായിരുന്നു. ദേണ്ടടാ, ഒരു മാങ്ങ പഴുത്തേക്കാണ്, എറിഞ്ഞിട്ടാണ്. എന്തായാലും നന്നാവാൻ തീരുമാനിച്ചതല്ലേ, മാങ്ങ കഴിച്ചോണ്ട് നമുക്ക് നന്നാവാം. ചില്ലിൽ പൊതിഞ്ഞ മാങ്ങയാണെന്ന് തോന്നണം. കലപിലാ ശബ്ദം. അത് ചില്ലി പൊതിഞ്ഞ മാങ്ങയൊന്നും അല്ലടാ, താമരാക്ഷൻ സാറിന്റെ കാറിന്റെ ചില്ല് പൊട്ടിയത്. ആഹാ, സാർ അറിഞ്ഞോണ്ടല്ല. അതെ, ഞാൻ അറിയാതെയാണ് ചെയ്തത്. സാർ മനഃപൂർവ്വമല്ലാന്ന്. പക്ഷെ ബോധപൂർവമാ. അതല്ല, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോടാ. സാർ കല്ലെറിഞ്ഞത് പറഞ്ഞോണ്ടല്ല, പക്ഷെ ചില്ലി പൊട്ടിച്ചത് പറഞ്ഞോണ്ടാണ്. നീ എന്താ പറയണ? സാർ അവൻ തന്നെ ചില്ലി പൊട്ടിച്ചത്. അല്ല സാർ, കൊതി തീർന്നില്ലടോ. വീണ്ടും അറിയാ, ഇവന് നല്ല കുഞ്ഞുണ്ട്, എനിക്കുമുണ്ട്. സാറിന്റെ കൊതി തീർന്നവരെ കാറിൽ മാറി മാറി കല്ലെറിയാം. അതല്ലടോ, വണ്ടി ഓടിച്ച് കൊതി തീർന്നില്ലാന്ന്. EMI പോലും മുഴുവൻ അടച്ചു തീർന്നിട്ടില്ല. ആ EMI അടച്ച് തീർന്നില്ലായിരുന്ന? സാരമില്ല, ഞാൻ പേടിച്ച്. Enough. This is enough. വാൺ ചെയ്ത് വിട്ടതിന് എന്റെ കാറിൽ പ്രതികാരം തീർത്തതാണല്ലേ നീ? അല്ല സാർ, മാങ്ങ എറിഞ്ഞതാണ്. പറയടാ. അതെ സാർ, മാങ്ങ എറിഞ്ഞതാണ്. കളിച്ച് ചിരിച്ച് നടക്കുന്ന താമരാക്ഷനെ നിങ്ങൾക്കറിയാവോ? പക്ഷെ മതം പൊട്ടി നിൽക്കുന്ന ഈ ഒറ്റക്കൊമ്പനെ നിങ്ങൾക്കറിയില്ല. കൊമ്പ് കണ്ടില്ലല്ലോ. വീട്ടിലോട്ട് വേടാ, കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം, നീ വീട്ടിലോട്ട് വന്നാ മതി. താങ്ക് യു സാർ. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടാ. അതെ സാർ, സാർ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പറഞ്ഞു. കുട്ടികളല്ലേ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലേക്കാണ് തൂർണ. ശങ്കരൻ, fill in the blanks with suitable words. അത്ര ഉദ്ദേശിച്ചോളൂ. സാറേ, അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. യു ആർ സസ്പെൻഡഡ്.
സാർ ശങ്കര ഇടപെടറാ. അതെ സാറേ, ഈ പിള്ളേരന്മാരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ നമ്മൾ കാരണവന്മാരല്ലേ ഇതൊക്കെ അങ്ങ് ക്ഷമിച്ച് കളയാനുള്ള. എങ്ങനെ? അല്ല, സാറ് ക്ഷമിച്ച് കളയണോന്ന് പറഞ്ഞത്. ഇനി താൻ വാ തുറന്നാൽ എവന്റെ കൂടെ തന്നെ സസ്പെൻഡ് ചെയ്യും ഞാൻ. ഇല്ല, ഞാൻ വാ തുറക്കുന്നില്ല. സാർ അവനെ സസ്പെൻഡ് ചെയ്തോ, വേണമെങ്കിൽ ഡിസ്മിസും ചെയ്തോ, എനിക്കെന്ത് കുഴപ്പം. സാർ എന്നെ ഡിസ്മിസ് ചെയ്യല്, സസ്പെൻഡ് ചെയ്യല്. ശങ്കര പറഞ്ഞ് മനസ്സിലാക്കടാ. ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് വെറുതെ വിടാനോ? പ്ലീസ് സാർ എന്റെ ഭാവി ഓർത്തിട്ടെങ്കിലും എന്നെ സസ്പെൻഡ് ചെയ്യല്. ഭാവിയോ? തനിക്കോ? ഭാവി ഇല്ലെങ്കിൽ അവന്റെ ഭാവി ഭാര്യ ഓർത്തിട്ടെങ്കിലും. ആരാ? ഇത് വലിയ ഇടങ്ങേറായല്ലോ. ഓക്കെ, സസ്പെൻഷൻ ക്യാൻസൽ. താങ്ക് യു സാർ. പക്ഷേ അതിനു പകരം താൻ നാളെ സ്കൂളിൽ വരുമ്പോൾ തന്റെ കൂടെ തന്റെ ഡാഡിയും ഉണ്ടായിരിക്കണം. ഓക്കെ. അത് നടക്കൂല സാർ, അതിനേക്കാള് എന്നെ സസ്പെൻഡ് ചെയ്തോ. അത് നടക്കൂല. അങ്ങനെ അല്ല സാർ, ഇത് ചുമ്മാ നടക്കും സാർ. സാറിന് ഇവന്റെ ഒരു അച്ഛനെ കൊണ്ടുവന്നാ മതിയല്ല? മതി. ഒരച്ഛനാ? എടാ വാടാ, അങ്കിളിനെ വിളിച്ച് നമുക്ക് കാര്യം പറയാം. നീ എന്തായാലും കല്ല് കാറിലെറിയണ്ടേയിരുന്നു. എടാ പട്ടി, നീ പറഞ്ഞിട്ടില്ല ഞാൻ മാവിൽ കല്ലെറിഞ്ഞ. മാവിലെറിയാൻ പറഞ്ഞാൽ മാവിലെറിയണം, അല്ലാതെ കാറിലല്ല. അല്ല, നീ എന്തൊരു ഉദ്ദേശത്തിൽ എന്റെ അച്ഛനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? പറഞ്ഞത് ഞാനാണെങ്കിലും കൊണ്ടുവരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം നിന്റെയാണ്. മഹാഭാവി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? സസ്പെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരു വഴി കണ്ടോളൂ. ചേടാ, ഞാൻ ഇതിപ്പോ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ വിളിച്ചു പറയും? ഇനി എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ വീട്ടിൽ കയറണമെന്നാണ് അച്ഛൻ പറഞ്ഞേക്കണം. അങ്കിളിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഫോൺ ഇങ്ങടുത്താണ്. ഹലോ അങ്കിൾ, ഞാൻ ശങ്കരനാണ്, കൃഷ്ണന്റെ ഉറ്റ സുഹൃത്ത്. എടാ മക്കളെ, നീയാണല്ലേ? അതെ അങ്കിൾ. എടാ പുന്നാരപ്പൂ. ഓക്കെ അങ്കിൾ. ഇതിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ടാടാ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ വിളിച്ച തെറികളെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഇത് ഏത് ഭാഗത്താണ് നിന്റെ അച്ഛൻ ജീവിക്കണത്? ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ കലിപ്പാണെന്ന്. ഞാൻ ഏതായാലും പെട്ടില്ല. അച്ഛനെ കിട്ടി. കിട്ടിയാ? എവിടെ? നീ തന്നെ. ഞാനാ? എടാ, അച്ഛനെ സാറ് നേരിട്ട് കണ്ടിട്ടില്ല, ഫോൺ വിളിച്ച് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേ നീ ഇതൊന്നും ശരിയാവൂല. നീ ഇത് ശരിയാക്കി തന്നാലേ പറ്റൂ. തന്നില്ലെങ്കിലാ? ഞാൻ സാറിന്റെ അടുത്ത് പറയും സാറിന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് ഊരിയിട്ടത് നീയാണെന്ന്. അതിന് ടയറിന്റെ കാറ്റ് ഞാൻ ഊരി വിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ഊരി വിട്ടല്ലോ. ദ്രോഹി. സാർ, അച്ഛനെ കൊന്നു തന്നിട്ടുണ്ട്. അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടോ ഇത്, കോടതിയാണോ? ഞാൻ ജഡ്ജിയാണോ? വിളിച്ചുകൊണ്ട് വാടോ. ഓക്കെ അച്ഛാ, കേറി വരൂ. ഇയാളെ ഞാൻ എവിടെയോ? അച്ഛൻ അങ്ങനെ കാണാൻ വഴിയില്ല. അച്ഛൻ പണ്ടോട്ടെ ജർമ്മനിയിലായിരുന്നേ. ജർമ്മനിയില പാളയം ചന്തയില് മലക്കറി വിൽക്കണ ആളെന്നല്ലേ പറഞ്ഞത് എന്റെ അച്ഛൻ? അതെ അതെ, ജർമ്മനിയില് മലക്കറി കച്ചവടമായിരുന്നു. അതാണ്. പാളയം ചന്തയിൽ അതിന്റെ സബ് ബ്രാഞ്ചും ഉണ്ടായിരുന്നു. ഇരിക്കൂ. ഞാൻ താങ്കളെ വിളിപ്പിച്ചത് കാര്യം എന്തിനെന്നറിയാവോ? പിന്നെ അറിയാതെ, ഇവൻ കാറിൽ കല്ലെറിഞ്ഞതിനല്ലേ? ഓ, ഇവൻ പറഞ്ഞു കാണും. അത് ഇവൻ പറഞ്ഞറിയണ എന്തിനീ? ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവൻ കല്ലെറിഞ്ഞത്. സാർ, ചോദ്യം അങ്ങോട്ട് വ്യക്തമായില്ല, ഒന്നുകൂടെ പറയൂ. തന്റെ ഈ മകനും ഇവന്റെ ഒരു കൂട്ടുകാരൻ ശങ്കരൻ, ഇവർ രണ്ടുപേരും ഇവിടത്തെ ന്യൂസൻസ് ആണ്. സാർ, ഇവൻ ഒരു പരമ ചെറ്റയാണ്, അതെനിക്കറിയാം. ഗുഡ് ഒബ്സർവേഷൻ. പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ ശങ്കരൻ ഒരു തങ്കപ്പെട്ട കുട്ടിയാണ്. ഇവനാണ് അവനെ ചീത്തയാക്കുന്നത്. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? പിന്നെ എന്നെ കുറിച്ച് അവരാതെ എന്റെ അടുത്ത് എന്നെ പറഞ്ഞാൽ ഞാൻ നല്ല എല്ലാം പറയുള്ളൂ. അങ്ങളെ പറഞ്ഞു കൊടുറാ. സാർ, അച്ഛന് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അതെ, പോയിട്ട് വേണം ഈ വിഗൊക്കെ ഊരിക്കളയാൻ. ഭയങ്കര ചൊറിച്ചിൽ. എവിടെ നിന്നാ വാങ്ങിച്ച? സാർ, എന്റെ മകൻ ഒരു അറിവില്ല പൈതല. മണ്ണിച്ചു വിടണ ഇവനെ.
മണ്ണിച്ചല്ല വിടാനുള്ളത്, ഇവനെയൊക്കെ മണ്ണിട്ട് മൂടിയാണ് ചെയ്യാനുള്ളത്. ഒരു കൊച്ചു ജനിച്ചവനോ തല തെറിച്ചവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? പക്ഷെ യവന് പകരം ആ ശങ്കരനാണ് ഞാൻ ജന്മം കൊടുത്തിരുന്നുവെങ്കിൽ ഈ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി യവനോട് ക്ഷമിക്കണം. ഒരച്ഛന്റെ അപേക്ഷയാണ്. ഓക്കെ, താനൊരു മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നു. തോന്നുന്നുവല്ല സാർ, മാന്യനാണ്. ശങ്കരനും മാന്യനാണ്. പക്ഷെ യവൻ തലതെറിച്ചവൻ. അയ്യോ എന്റെ പേന തറയിൽ പോയി, കുഞ്ഞെടുക്കണേ. ഗ്യാസാണ് സാർ. ഇയാളെന്തിനെപ്പോഴും ചങ്കരൻ. ലു കൃഷ്ണ, ഇത്തവണത്തെയും കൂടി തന്നെ വെറുതെ വിടുന്നു ഞാൻ. സമാധാനമായി. പക്ഷേ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി ഞാൻ അറിയാലോ, താമരാക്ഷനാണ്, ഡിസ്മിസ് ചെയ്ത് കളയും. കേട്ടല്ലോ? സാറ് പറഞ്ഞത് കേട്ടല്ലോ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. നീ ആ ശങ്കരനെ കണ്ട് പഠി. നിങ്ങളെ മോനെ ചങ്കനെ കണ്ണ പഠിക്കണമെങ്കിൽ അവന്റെ ജീവിതം കോഞ്ഞാട്ടല്ല, കൊക്കോഞ്ഞാട്ടയാവും. ഒരുപാട് നേരമായി പോകുന്നു സാർ. അച്ഛാ നമുക്ക് പോവാം. പിന്നെ പോണ്ടേ? കോട്ട് കുറെ നേരം ഇട്ടോണ്ടിരിക്കണം. വാടക കൂടൂലേ? സാറിനെ പറ. പിന്നെ നല്ല എമൗണ്ടോ ചാലയിൽ വാങ്ങിച്ചതാണെങ്കിൽ കുറഞ്ഞു കിട്ടും. സാർ, അച്ഛന് ജർമ്മനിയിൽ കോട്ട് വാടക കൊടുക്കുന്ന ബിസിനസ് ആണ്, അപ്പൊ അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അച്ഛാ പോയിട്ട് വരാം സാർ. സാർ, വൺ മോർ തിങ്. ശങ്കരൻ ഒരു നല്ലവനാണ്. ശങ്കരന്റെ ഇയാളെ കണ്ടിട്ട് ശങ്കരന്റെ അച്ഛനായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നിയതായിരിക്കും. ആരടോ എന്റെ കാറിനെ ചില്ലി പൊട്ടിച്ചത്? സാറത് ശങ്കരനാണ്. കേട്ടോ സാർ, ഞാൻ പേരൊക്കെ എറിഞ്ഞതാണ്. അവന്റെ പേരയ്ക്ക നാളെ താൻ സ്കൂളിൽ വരുമ്പോൾ തന്റെ കൂടെ ഡാഡി ഉണ്ടായിരിക്കണം. ഓക്കെ സാർ, അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ അച്ഛാ. വണക്കം അയ്യാ.